ഇതിലുമേ ഞാൻ ആത്മഹത്യ ചെയ്തതാണ്. കാരണം അത്രയ്ക്കും നമ്മളങ്ങ് മാനസികമായിട്ട് തളർത്തും ഇത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിസ് റോഷ്. അപ്പോൾ ക്രിസ് റോഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഓർത്ത് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ എനിക്ക് ഇച്ചിരി മീൻകറിയും വെക്കണം. അപ്പോൾ മീൻകറി വെക്കാൻ ഓർത്ത് അപ്പോൾ ഞാൻ അതിന് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു നമ്മുടെ കൈയുടെ ഇത്ര നീളം വരുന്ന ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്തേക്കോട്ടോ. അപ്പോൾ ഇത് സംസാരിക്കാനല്ല ഞാൻ വന്നത്, ആരും പോകണ്ട അവിടെ ഇരിക്കുക. പിന്നെ നമ്മുടെ കേരച്ചൂരയാണ്, അത് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെള്ളക്കരിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ എനിക്ക് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദൂരെ പോയാൽ കേൾക്കത്തില്ല, അത് അത്ര ഭാഗം സൈലൻ്റ് ആയതേ. മൈക്കൊന്നും ഇല്ലടോ, നമ്മൾ സാധാരണക്കാരെ ഇപ്പം കൊണ്ട് തുടങ്ങിയതേ ഉള്ളൂ, മൈക്കൊന്നും മേടിക്കാനുള്ള കാശൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു വെയിറ്റ് ലോസിൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെയിറ്റ് ലോസിൻ്റെ. അപ്പോൾ അതിനകത്ത് 1-2 പേര് വന്ന് കമൻറ്റ് ചെയ്തു, ചേച്ചി മധുരം ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തോ. അതുപോലെ ഒന്നാമത് വേറെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല, ചേച്ചി വെയിറ്റ് കൂടിയ സമയത്ത് ഇട്ടിരുന്ന ഫോട്ടോ നല്ല പിഗ്മെൻറ്റേഷനും, അതായത് നല്ല കറുത്തിട്ടായിരുന്നു. പക്ഷേ വെയിറ്റ് ലോസ് ആയി എന്ന് പറഞ്ഞ് രണ്ടാമത്തേക്കുന്ന ഫോട്ടോ നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോയാണ്. പക്ഷേ ഞാനത് വീഡിയോ നമ്മുടെ ഫോട്ടോ സാധാ ഫോണിൻ്റെ ക്യാമറയിൽ എടുത്താണ്, ഒരു ഫിൽറ്ററോ എഡിറ്റിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. ആ കൊച്ചു ചോദിച്ചതുപോലെ തന്നെ നമ്മൾ പി സി ഒ ഡി അല്ലെങ്കിൽ PCOS ഉള്ളൊരു പേഷ്യൻറ്റിന് ഇൻസുലിൻ്റെ അളവ് കൂടുതലാണ്. അതിൻ്റെ കൂടുതൽ നമ്മൾ കുറേ മധുരവും കൂടെ അത് മധുരം കഴിക്കുന്നില്ല, നമ്മൾ കഴിച്ചു പോകുന്നതാണ്. നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഒരു ക്രേവിങ്സ് ഒന്നും പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് മധുരം ഇഷ്ടമുള്ളവർക്ക്. ഞാൻ പണ്ടൊക്കെ എൻ്റെ അമ്മയോട് പറയുമായിരുന്നു, അമ്മ എനിക്ക് ഷുഗർ വരുവാണെങ്കിൽ ഞാൻ ചത്തുകളയും, ഞാൻ ജീവിച്ചിരിക്കത്തില്ല. കാരണം മധുരമില്ലാത്തൊരു ജീവിതത്തിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അത്രയ്ക്കും മധുരത്തിനോട് അഡിക്ഷനായി ഞാനാണ് ഈ കഴിഞ്ഞ 2.5 മാസമായിട്ട് ഷുഗർ കട്ട് ഡയറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ എടുത്ത ഡയറ്റ് ഉണ്ടല്ലോ, എല്ലാവരും വർക്കൗട്ടും കൂടെ ഒക്കെ ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. എനിക്ക് ഉറപ്പായിട്ട് 2 മാസം കൊണ്ട് 10 കിലോ കുറഞ്ഞാൽ ഈ 2 മാസം മതിയായിരുന്നു. പക്ഷേ ഞാൻ വിത്തൗട്ട് വർക്കൗട്ട് ആയതുകൊണ്ട് 2 മാസം കൊണ്ട് 6 കിലോ വരെ കുറച്ചുകൊണ്ട് ഇപ്പോൾ 2.5 മാസം ആവുന്നു. ഇപ്പോൾ 7 കിലോ ആയി. ഞാനിപ്പോൾ 70 നിന്നും 63 നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരുപാട് വ്യത്യാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആ ഒരു രാവിലെ എണീക്കുമ്പോൾ ഉള്ള ഫ്രഷ്നെസ്സിന് പോലും അതെല്ലാം നമ്മൾ ബാധിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ PCOD അല്ലെങ്കിൽ PCOS എനിക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് PCOD ആയിരുന്നു. അത് പിന്നെ ആ സമയത്ത് എനിക്കൊരു മാക്സിമം ഒരു 64-65 കിലോ വരെയൊക്കെ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ അതൊന്ന് മാറി PCOS ആയപ്പോഴത്തേക്കും അവസാനം ഞാൻ വന്ന് നിന്നത് 70 കിലോ. ഞാൻ ലാർജ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ലാർജിൻ്റെ ഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ടോ ഞാൻ അത് XL ആയി, ഡബിൾ എക്സൽ പിന്നെ എനിക്ക് ഫിറ്റായി. പിന്നെ XXXലേക്ക് പോകുമെന്ന് വേണ്ടി വന്ന അവസരം ഞാൻ ചിന്തിച്ചപ്പോൾ ഇതിലുമേ ഞാൻ ആത്മഹത്യ ചെയ്തതാണ്. കാരണം അത്രയ്ക്കും നമ്മളങ്ങ് മാനസികമായിട്ട് തളർത്തും ഇത്. മൂഡ് സ്വിങ്സ് ആണെന്ന് വെച്ചാൽ അത് കൊച്ചിനെയൊക്കെ കൊല്ലുന്ന രീതിക്ക് ചില സമയം നമ്മൾ സംസാരിക്കുന്നത്. ഒരേ സമയം ദേഷ്യം, ഒരേ സമയം സങ്കടം, ഒരേ സമയം കുറ്റബോധം, ഇതെല്ലാം എന്താണ് ഒരു PCOD പേഷ്യൻ്റ് അനുഭവിക്കുന്നത് നമുക്ക് അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയ്ക്കും നമ്മളെ പിടിച്ച് കുലിക്കുന്ന ഒരു സാധനമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമ്മുടെ ഹോർമോണുകളെ മൊത്തം തകിട മറക്കുന്ന ഒരു സാധനമാണ്. അത് ഇൻസുലിൻ്റെ അളവ് കൂട്ടും. അതുപോലെ തന്നെ നമുക്ക് പുരുഷ ഹോർമോൺ ആയിരിക്കും. നമ്മൾ ഒരു സ്ത്രീ ആയിരിക്കവേ നമ്മളിൽ പുരുഷ ഹോർമോൺസിൻ്റെ അളവ് കൂട്ടും. അതുപോലെ നമുക്ക് ഹെയർ ഗ്രോത്ത് വരും നമ്മുടെ ഫേസിൽ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ അപ്പർ ലിപ്പൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നമുക്കതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ മാനസികമായിട്ടും തളർത്തുന്നു. പിന്നെ പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയണ്ട. ഇപ്പോൾ എൻ്റെ ഇത് കണ്ടോ, ഇപ്പോൾ എന്ത് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ഒരു ക്രീം യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഈ വെയിറ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഈ കാണുന്ന ക്രീമല്ല യൂസ് ചെയ്യുമായിരുന്നു. പിന്നെയാണ് മനസ്സിലാക്കിയത് ഇതിന് പുറത്ത് നമ്മൾ എത്ര ക്രീം ഇട്ടാലും അതൊരു ശാശ്വത കാലത്തേക്ക്, അതായത് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മാത്രം കുറച്ചൊന്നത് പഴയതുപോലെ ആക്കി തരും. അത് കഴിയുമ്പോൾ പിന്നെ പക്ഷേ നമുക്കത് ജീവിതകാലം മുഴുവൻ അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. മാത്രമല്ല അതൊന്നും അത്രയും ഹെൽത്ത് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡയറ്റിലേക്ക് എത്തുന്നതും വെയിറ്റ് കുറയ്ക്കണം എന്നൊരു ചിന്ത എനിക്ക് വരുന്നതും അതുകൊണ്ടാണ്. നമുക്ക് ഈ കഴുത്തിന് ചുറ്റും നല്ല പിഗ്മെന്റേഷൻ വരും. അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് സർക്കിൾ, അണ്ടർആംസ്, നമ്മുടെ ബ്രസ്റ്റിന് അടിഭാഗമായിട്ട് അവിടെയൊക്കെ എല്ലാം പിഗ്മെൻറ്റഡ് ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് അതൊരു മാനസിക പ്രശ്നം തന്നെ വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിൽ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ എനിക്ക് 29 വയസ്സാണ്. ഈ ഫെബ്രുവരി 3-4 മാസം കൂടെ കഴിയുമ്പോൾ 30 വയസ്സാകും കേട്ടോ. 96 മോഡലാണ്. അപ്പം കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും നമുക്കൊരു 10-38 വയസ്സുള്ളൊരു ആളിനെ പോലത്തെ അത്രയും ഒരു തടിയും ആ ഒരു ഏജ് 38 40 ഏജ് തോന്നിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു 70 കിലോയിൽ ഞാൻ ഇരുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടും എനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഡയറ്റ് തുടങ്ങുന്ന സമയത്ത് കുറേയൊക്കെ ഗൈഡ് ലൈൻസ് ഒക്കെ ചോദിച്ചാണ് എടുക്കുന്നത്. ഞാൻ ആദ്യം പൂർണ്ണമായിട്ട് എൻ്റെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കിയത് ഷുഗർ തന്നെയാണ്. ഷുഗർ എന്ന് പറയുമ്പോൾ ഞാൻ 100% പറയത്തില്ല, 95% ഷുഗർ ഒഴിവാക്കിയെന്ന് പറയും. കാരണം ഞാൻ ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മനുഷ്യരല്ലേ, ഐസ്ക്രീം ഒക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയും മധുരം അത് സ്വീറ്റ് ലവറായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഫംഗ്ഷനിൽ പോകുമ്പോൾ ഞാൻ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അല്ലാതെ ഞാൻ വീട്ടിലും ചായ കൂടി നിർത്തി. ചായയിൽ പഞ്ചസാര ഇല്ലാതെ, എനിക്ക് പഞ്ചസാര ഇല്ലാതെ കുടിക്കാൻ പറ്റുന്നവർക്ക് കുടിക്കാം, പക്ഷേ എനിക്ക് ചായയിൽ പഞ്ചസാര ഇല്ലാതെ കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചായ നിർത്തി. പാല് കുടിക്കുമായിരുന്നു. പാൽ അതങ്ങനെ 1 ഗ്ലാസ് പാലോ 1 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കുടിക്കുന്നത്. കൊഴുപ്പ് കംപ്ലീറ്റ് കളഞ്ഞിട്ടുള്ള പാല്, അങ്ങനെ പാല് മാത്രമായിട്ട് കാച്ചി കുടിക്കത്തില്ല, പാലും വെള്ളമായിട്ടാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു 8:30 മണിയൊക്കെ ആകുമ്പോഴേ രാത്രി കഴിക്കത്തുള്ളൂ. ഒരു 7 മണിയോട് കൂടി എൻ്റെ ഡിന്നർ ഞാൻ ക്ലോസ് ചെയ്യും. അതിനുശേഷം പിന്നെ 8:30 പാലും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ പിറ്റേന്ന് രാവിലെ 8:30-8:45 ടൈമിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ
നമ്മൾ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത്, ഇഡലിയോ ദോശയോ അപ്പോ പുട്ടോ ഇടിയപ്പോ എന്താണെങ്കിലും നമ്മളിപ്പോൾ ഡെയിലി ഒരു 5 വെച്ച് കഴിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അത് 4 ആക്കുക, അത് കഴിയുമ്പോൾ 3 ആക്കുക. അത്രയും മതി. ഒരു 3 ഇടിയപ്പം അല്ലെങ്കിൽ 3 ഇഡലി, 2 ഇഡലിയൊക്കെ പറ്റി അത്ര. അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് തോന്നണമല്ലോ നമുക്ക് ഇത്ര കഴിച്ച് നമ്മൾ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ അളവ് കുറച്ച് കൊണ്ടുവരിക. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ ബ്രഞ്ച് ടൈമാണ്. ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഇടയിലുള്ള സമയം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് കഴിക്കാം. ഫ്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആപ്പിൾ, ഓറഞ്ച്, അല്ലെങ്കിൽ ഒരു മാതള നാരങ്ങ, വാട്ടർമെലൺ കട്ട് ചെയ്തത്, പഴം കഴിക്കുമ്പോൾ ഏത്തപ്പഴം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. റോബസ്റ്റയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ വെയിറ്റ് ലോസ് ആണെങ്കിൽ റോബസ്റ്റ പഴം, ഞാൻ റോബസ്റ്റ മാത്രമേ എടുത്തിട്ട്, നമ്മൾ പച്ചപ്പഴം ഉണ്ടല്ലോ ചിലടത്ത് പച്ചച്ചിന് എന്നൊക്കെ പറയും കേട്ടോ, അത് കഴിക്കാൻ നോക്കുക. പിന്നെ ഒരു 1:30 മണിക്കാകുമ്പോൾ ലഞ്ചിന് നമുക്ക് ചോറ് ഒഴിവാക്കാൻ പറ്റാത്തവർ, കാരണം നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് ചോറ് ഒഴിവാക്കാൻ പറ്റത്തില്ല. ചിലർക്ക് ചോറ് ഇഷ്ടമല്ലാത്തവരാണ്, അവർക്ക് ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. ചോറ് കഴിക്കാൻ നിർബന്ധമുള്ളവർക്ക് 1 കപ്പ് ചോറ് നമുക്ക് കഴിക്കാം. ചോറ് വാരി വലിച്ച് ചോറ് കഴിക്കരുതെന്നേ ഉള്ളൂ. ചോറ് കഴിക്കേണ്ടെന്ന് ഒരു ഡയറ്റിലും പറഞ്ഞിട്ടില്ല. ചോറ് നമുക്ക് 1 കപ്പ് ചോറ് നമ്മുടെ ഇതിന് നമുക്ക് ഉൾപ്പെടുത്താം. എന്നിട്ട് 1 കപ്പ് തോരൻ, എന്തെങ്കിലും ഒരു തോരൻ, ബീൻസോ പയറോ ചീരയോ മുരിങ്ങയിലൊക്കെ ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അങ്ങനെ 1 കപ്പ് തോരൻ, പിന്നെ കുറച്ച് എന്തെങ്കിലും ഫിഷോ ചിക്കനോ ഒക്കെ കറി വെച്ചത്, ഓയിൽ കുറച്ച് കറി വെച്ചത് 3-4 പീസ് അത് എടുക്കാം. പിന്നെ മുട്ട കഴിക്കുന്നവർക്കാണെങ്കിൽ മുട്ട എടുക്കാം. മുട്ട നല്ലൊരു ഇതാണല്ലോ. എനിക്ക് മുട്ട അലർജിയാണ്. മുട്ട ചേരുന്ന ഫുഡോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എനിക്ക് കഴിക്കാം. അതുകൊണ്ട് മുട്ടയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ളവരാണെങ്കിൽ പനീറൊക്കെ എടുക്കാം. പ്രോട്ടീൻ വരുമ്പോൾ കടലക്കറി, പനീർ അങ്ങനെയൊക്കെ ഉള്ളത്, പയർ പുഴുങ്ങിയത്, മുളപ്പിച്ച പയർ പുഴുങ്ങിയതൊക്കെ ഉണ്ടല്ലോ പ്രോട്ടീന് വേണ്ടിയിട്ട് അതെടുക്കാം. നമ്മൾ നോൺ വെജ് എടുക്കുമ്പോൾ ചിക്കനും മീനും ഒക്കെ എടുക്കുമ്പോൾ അത് പ്രോട്ടീൻ ആവും. ചിക്കനും മീനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കടല എടുക്കാം, അല്ലെങ്കിൽ 1 കപ്പ് പയർ പുഴുങ്ങിയത് എടുക്കാം പ്രോട്ടീൻ വേണ്ടി, അല്ലെങ്കിൽ പനീർ കറി വെച്ചതെടുക്കാം. അങ്ങനെയൊക്കെ എടുക്കാം. എല്ലാത്തിനും ഓയിൽ കുറച്ച് യൂസ് ചെയ്യാൻ നോക്കാം. ചിക്കനും മീനും ഒക്കെ വറുത്ത് കഴിക്കാതിരിക്കാൻ നോക്കാം. അപ്പം അങ്ങനെയൊക്കെ ഡയറ്റ് മാക്സിമം നോക്കാം. ഞാൻ ചോറിന് പിന്നെ സാലഡ്, നമ്മൾ കുക്കുംബറും കുറച്ച് നമ്മൾ കക്കരി ഉണ്ടല്ലോ, ആ കുക്കുംബറും ക്യാരറ്റും കുറച്ച് സവാള എല്ലാം കൂടി ഇട്ടിട്ട് യോഗട്ട് കൂടെ മിക്സ് ചെയ്ത്, വേണമെങ്കിൽ ഒരു യോഗട്ട് അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ഒരു കപ്പ് ഒരു ബൗൾ നിറയെ സാലഡ് ആക്കുക. അതങ്ങനെ നോക്കുക. അങ്ങനെയൊക്കെ നമ്മൾ പല വെറൈറ്റി ആയിട്ട് നോക്കുക. ഞാൻ കുറേ പോസ്റ്റ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച് കുറേ പോസ്റ്റ് ഞാൻ ഷോർട്സ് ആയിട്ട് വളരെ ചാനലിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത്, നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യനെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമ്മളെ കൊണ്ട് പറ്റാത്തത്. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ആരെ കൊണ്ട് പറ്റില്ല. കാരണം മധുരം ഉപേക്ഷിച്ച് ഞാനൊരു ഡയറ്റ് ചെയ്തത് എൻ്റെ അമ്മയുടെ അത്ഭുതം അതായിരുന്നു. നീ മധുരം ഉപേക്ഷിച്ച് ഡയറ്റ് എടുക്കുന്നു, അത്ഭുതം. അതായിരുന്നു എൻ്റെ അമ്മയുടേത്. എന്നാലും നമ്മൾ എത്ര, ഞാൻ ഈ 6 കിലോ 7 കിലോ ഒക്കെ കുറഞ്ഞു പറയുമ്പോൾ എൻ്റെ അമ്മ അയ്യോ ഇനി കുറയല്ലോ കേട്ടോ. അതെല്ലാം അമ്മമാരും അങ്ങനെ ആയിരിക്കുള്ളൂ. നമ്മൾ തടിച്ച് ചീമപ്പന്നിയെ പോലെ ചെന്നാലും നമ്മൾ അമ്മമാർ പറയും അയ്യോ എൻ്റെ കൊച്ചു ആകെ എങ്ങനെ ക്ഷീണിച്ചു പോകുന്നത്. നമ്മുടെ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച പടി 18 എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ 1-2 കിലോ കുറച്ചിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അവിടെ നിന്ന് കേൾക്കുന്ന ഡയലോഗോ ഇത്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നും. പിന്നെ ഡിന്നർ, അപ്പോൾ ഡിന്നർ ഒരു 6:30-7 മണിക്കുള്ളിൽ ഫിനിഷ് ചെയ്യാൻ നോക്കാം. അത് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് രാത്രി ചോറങ്ങ് ഒഴിവാക്കാം. ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ ദോശയോ, ഞാൻ ചില ദിവസങ്ങളിൽ ഗോതമ്പൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഗോതമ്പൂട്ട് ഇഷ്ടമായിട്ട്, മോനും ഇഷ്ടമാണ് ഗോതമ്പൂട്ട്. അങ്ങനെ എന്തെങ്കിലും. പിന്നെ 1 കപ്പ് സാലഡും പ്രോട്ടീനും നമ്മളെപ്പോഴും ഉച്ചക്കത്തെയും വൈകിട്ടത്തെയും നമ്മുടെ ലഞ്ചിനും ഡിന്നറിനും ഉൾപ്പെടുത്താൻ ഉപയോഗിക്കാം. പിന്നെ ഈ ലഞ്ചിനും ഡിന്നറിനും ഇടയ്ക്ക് ഒരു ടൈമുണ്ട്, 4-4:30 മണി സ്നാക്ക് ടൈം. അതിന് നമുക്ക് നമ്മുടെ ഈ ഒരു കൈയില്ലേ, ഈ ഒരു കൈക്കുള്ളിൽ കൊള്ളുന്ന മിക്സഡ് ആയിട്ടുള്ള നട്ട്സ് എടുക്കാം. അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ അന്നേരം നമുക്ക് വേണമെങ്കിൽ ആവിയിൽ പുഴുങ്ങി എന്തെങ്കിലും പലഹാരം കഴിക്കാം, കൊഴുക്കട്ടയോ ഇലയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം 4:30 സമയത്ത്. അതല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ എഗെയിൻ ഒരു ഫ്രൂട്ട് കഴിക്കുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല. ഒരു 6 മണിക്ക് ശേഷം ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാതിരിക്കാൻ നോക്കാം. പകൽ ഡേ ടൈമാണ് ഫ്രൂട്ട്സ് നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നൈറ്റ് ഫ്രൂട്ട് അത്ര ആരും പ്രിഫറൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ മാക്സിമം അങ്ങനെയൊക്കെ നോക്കുക. ഡൗട്ടുള്ളവർ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മീൻകറി വയ്ക്കാനാണ് വന്നത്. അപ്പോൾ മീൻകറിയുടെ കാര്യം നമുക്ക് നോക്കാം. മീൻകറിക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഉലുവയുടെ പൊടിയും കൂടെ വേണം. അത് ഞാൻ എപ്പോഴും തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത് കേട്ടോ. മീൻ തിള വന്ന് കഴിയുമ്പോഴാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ മീൻ കറിയും കൂടെ വെക്കാം, അല്ലെങ്കിൽ ഇന്നിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ചട്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് നമുക്ക് എണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ മതിയാവും കേട്ടോ ഇതിന്. ഒരു 1-1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. എണ്ണ ഒന്ന് ഒഴിക്കാം. എണ്ണ ഒഴിച്ചത് ചൂടാകുമ്പോഴത്തേക്കും കടുകും പൊട്ടിച്ച് കുറച്ച് ഉലുവയും പൊട്ടിച്ചു. പക്ഷേ എൻ്റെ പച്ച ഉലുവ തീർന്നു പോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ കടുക് മാത്രമേ പൊട്ടിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടി തുടങ്ങി. ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനിങ്ങനെ അരഞ്ഞ് വെച്ചത് വേണമെങ്കിൽ പേസ്റ്റാക്കി ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇടിച്ചില്ല, എനിക്ക് ഇവിടെ ഇടികില്ലൊന്നും ഇല്ല ഇടിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരെണ്ണം മേടിക്കണം. ഞങ്ങളിപ്പോൾ മാറി താമസിക്കൊണ്ട് വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ ഇവിടെ, പാത്രങ്ങളൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് പൊട്ടി കഴിയുമ്പോൾ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളകും കൂടെ ഞാൻ അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ ലാസ്റ്റ് ഇടത്തുള്ളൂ കേട്ടോ എപ്പോഴും. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു 4-5 ചെറിയ ഉള്ളിയില്ലേ അതും കൂടെ നമുക്ക് ചതച്ചൊന്ന് ഇട്ട് കൊടുക്കാം.
നമ്മുടെ ഒരു 4-5 ചെറിയ ഉള്ളി ചതച്ചും കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ഇട്ടില്ല, ചില സമയത്ത് ഞാൻ ചില സമയത്ത് എനിക്ക് മടിയാണ്. അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. ഗ്യാസ് ഓഫ് ചെയ്താലും പ്രശ്നമില്ല. മാറിക്കഴിയുമ്പോൾ ഞാൻ നമ്മുടെ ആവശ്യത്തിനുള്ള കുടംപുളി വെള്ളത്തിൽ കുറച്ച് നേരത്തെ ഇട്ട് വെച്ചിരിക്കുക ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. എന്നിട്ട് നമുക്ക് അതിനാവശ്യമായ മീൻകറിക്ക് ആവശ്യമായ ബാക്കി വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പച്ച ഉലുവ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മതിയായിരുന്നു. ഉലുവ ഇല്ലാത്തതുകൊണ്ട് നമുക്കിനി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം ഉപ്പിട്ടു, ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഞാൻ ആ ഒരു സ്പൂണിന് 1 സ്പൂണ് ഉലുവ പൊടിച്ചത് വറുത്ത് പൊടിച്ചതാണ് അത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു മീനിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞ് കഷ്ണം ഒരു കായം ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവറാണ്. ഓവറായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമ്പാറായി പോകും. കാരണം സാമ്പാറിൽ ഇട്ട പോലും നിങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്രയും വളരെ ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഉലുവ കഷ്ണം കൂടി ഇട്ടിട്ട് ഉലുവയിലല്ലോ കായവും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. അപ്പോൾ നമ്മൾ മീൻ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ആ തവി വെച്ചൊന്ന് മേളിൽ മാത്രം, നല്ലപോലെ അങ്ങ് ഇളക്കരുത്, എന്നാൽ ഉടഞ്ഞു പോകും. ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം കൂടി. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ഒരു 2 ലിറ്റർ വെള്ളം, അത് മുടങ്ങാതെ നമ്മൾ ആ ഒരു 2 ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കാൻ നോക്കുക. മെയിനായിട്ട് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതനുസരിച്ച് നമ്മുടെ വിശപ്പും കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. കാരണം എപ്പോഴും നമുക്ക് ആ ഒരു ക്രേവിങ്സ് ഉണ്ടാകത്തില്ല. നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ വെള്ളം കൂടി വളരെയധികം സഹായിക്കും. മറ്റേ നമ്മൾ വെള്ളം കൂടി കുടിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എപ്പോഴും നമ്മുടെ വയറ് ഫില്ലായതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അത് മാത്രമല്ല, വെള്ളം നമ്മൾ എത്ര കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഞാൻ ആ വെള്ളം കുടിച്ച് തുടങ്ങിയതിന് ശേഷം തൊട്ടാണ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ വരുന്നത് പോലും. നമ്മൾ അത്യാവശ്യം നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് അത്രയും ഗ്ലോ തന്നെ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് ഇരിക്കുന്ന ടൈമിലുള്ള ഇതും നമ്മൾ വെയിറ്റ് ഒക്കെ കുറഞ്ഞ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റുമ്പോൾ തന്നെ നമ്മുടെ പഴയ സ്കിൻ എങ്ങനെയായിരുന്നു, അതായത് നമുക്ക് ഈ ഒരു അസുഖങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പത്തെ സ്കിൻ ടോൺ എങ്ങനെയായിരുന്നു, ഈവൻ ബെറ്റർ ആയിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോ പുറത്ത് കൊണ്ടുവരും. പിന്നെ അതല്ലാതെ ഞാൻ പിന്നെ രാവിലെ എണീറ്റാൽ ഉടനെ ചെയ്യുന്ന ഒരു മോർണിംഗ് റൊട്ടീൻ ഈ ഒരു 2.5 മാസമായിട്ട് ചെയ്യുന്നത് ചിയാ സീഡിൻ്റെ വെള്ളം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം സോക്ക് ചെയ്ത് വെക്കുന്നവർക്ക് സോക്ക് ചെയ്ത് വെക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് രാവിലെ ഒരു അരമണിക്കൂറൊക്കെ അത് സോക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതിന് ആ ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലെങ്കിൽ തലേ ദിവസം സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അതാണ് പറയുന്നത്. പിന്നെ തലേ ദിവസം രാത്രിയിൽ നമ്മുടെ കറുത്ത മുന്തിരിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 10 മുതൽ 15 മുന്തിരിങ്ങ വരെ വെള്ളത്തിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കും. രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് 6 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വരും. ആ 6 മണിക്ക് വന്നിട്ട് അത് നല്ലപോലെ പിഴിഞ്ഞ് അത് കുടിക്കും. അത് കുടിച്ച ഉടനെയാണ് ഞാൻ ഈ ചിയാ സീഡ് ഒന്ന് കുതിരാൻ വേണ്ടി സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ അത് കുതിർന്ന് കഴിഞ്ഞാൽ ഉടനെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ മോന് സ്കൂളിൽ പോകാനുള്ള ലഞ്ച് എല്ലാം തയ്യാറാക്കണമല്ലോ. അപ്പോൾ ഒരു 7 മണിയൊക്കെ 6 മണിക്ക് ഞാൻ ഒരു മുന്തിരിങ്ങയുടെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ 1 മണിക്കൂറോളം അതിന് സോക്കിങ്ങിന് ടൈം കിട്ടും എനിക്ക്. ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് അത് ബാക്കി ആ ഒരു കപ്പിന് ആ കപ്പ് ഫ്രിഡ്ജിൽ ഇരിക്കണം തോന്നുന്നുണ്ട്. ആ ഒരു കപ്പ്, അതായത് നമ്മളൊരു 500 ml വാട്ടർ അതിൽ കൊള്ളും, 1/2 ലിറ്റർ വെള്ളം കൊള്ളും. അത്രയും വെള്ളം ഞാൻ ഒഴിക്കും. ഒരു 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് അതിനകത്ത് ആണ് കുതിരാൻ വെക്കുന്നത്. ബാക്കി ഇളം ചൂടുവെള്ളത്തിൽ ഒരു ഹാഫ് ലെമൺ, ഒരു നാരങ്ങയുടെ പകുതി ഹാഫ് ലെമൺ പിഴിഞ്ഞതും ഒരു സ്പൂൺ ഹണിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് കുടിക്കുന്നത്. പിന്നെ അത് ചിലപ്പം നമുക്കൊരു ഇതുണ്ടെങ്കിൽ ഞാൻ ചില ദിവസം എനിക്കത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കാനും പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ചെയ്യുന്ന അറിയാമോ, ഞാൻ ഇച്ചിരി ഉപ്പ് അതിൽ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അതൊരു ബാലൻസോ. ഇതിൽ ഒരു സ്പൂൺ ഇഞ്ചി നീരും കൂടെ ഒഴിക്കുന്നത് കൂടെ നല്ലതാണ് കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല ഇഞ്ചി നീരും കൂടെ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു 2 ഡ്രിങ്ക്. പിന്നെ മുന്തിരി വെള്ളത്തിൻ്റെ അറിയാമല്ലോ, മുന്തിരി വെള്ളം നമുക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവറും നമ്മുടെ സ്കിൻ ടോണൊക്കെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സാധനമാണ്. രാവിലെ നമ്മൾ വെറും വയറ്റിൽ ഉണക്ക മുന്തിരിങ്ങ വെള്ളത്തിലിട്ടതിൻ്റെ ഇത് കുടിക്കുന്നത്, പിഴിഞ്ഞത് കുടിക്കുന്നത്. ചിയാ സീഡ് നമ്മളെ വയറ്റിലേക്ക് ഒരു കൊഴുപ്പ് മാറാനും ആ ഒരു ബ്ലോട്ടിംഗ് ഒക്കെ കാണുമല്ലോ, നമുക്ക് അതൊക്കെ മാറാനും ഒക്കെ ചിയാ സീഡ് വളരെ നല്ലതാണ്. ചിയാ സീഡ് മാത്രം രാവിലെ കുടിച്ചിട്ട് ഡയറ്റ് ഒന്നും ചെയ്യാതിരുന്നാൽ യാതൊരു റിസൾട്ടും കിട്ടത്തില്ല. നമ്മൾ ചിയാ സീഡിൻ്റെ കൂടെ നമ്മൾ ആ ഒരു ഡയറ്റ് കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. വെള്ളം ആരും ഉപേക്ഷിച്ച് വിചാരിക്കാതെ കുടിക്കുക. വെള്ളമാണ് നമ്മുടെ സ്കിൻ ടോൺ കൊണ്ടുവരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ വെള്ളം നമ്മൾ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കിൻ ടോൺ നമുക്കുണ്ടാകും. ഞാൻ ഈ സ്കിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഈ സൺസ്ക്രീനും സെറവും മോയ്സ്ചറൈസറും ഒക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു 1-1.5 വർഷം ആവത്തേ ഉള്ളൂ. ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബേബി ലോഷനാണ്. മോന്തയ്ക്ക് ഇടുന്നത് ബേബി ക്രീമാണ്. കാരണം ഒരു 10-22 വയസ്സ് വരെ ഞാൻ ബേബി ക്രീം തന്നെയാണ്, ബേബി ലോഷൻ തന്നെ. വേറെയുള്ള ലോഷൻസിൽ എനിക്ക് അലർജി ആയിരുന്നു, ഞാൻ ഇടത്തില്ല. അപ്പോൾ ഈ ബേബി ലോഷൻ മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 23-ാമത്തെ വയസ്സിൽ എൻ്റെ മോൻ എനിക്കുണ്ടാകുന്നത്, മോൻ ജനിക്കുന്നത്. അപ്പോൾ അവർക്ക് ബേബി ലോഷൻ തന്നെ ഇടുന്നത്. അപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് ബേബി ലോഷനും ഈ ബേബി ക്രീമൊക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് സ്കിന്നിൽ ഈ ഡാർക്ക് സർക്കിളും ചൊറിച്ചിലും ഒക്കെ കൂടി. അപ്പോൾ ഞാൻ നമ്മുടെ ഡെർമാവ്യൂവിലെ ഡോക്ടറിൻ്റെ അടുത്ത് അപ്പോൾ ഡോക്ടറാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ടോ. ഞാൻ പറഞ്ഞ സൺസ്ക്രീൻ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതുവരെ ഒരു സൺസ്ക്രീനും ഉപയോഗിച്ചില്ല. അപ്പോൾ ഡോക്ടറാണ് എനിക്ക് ആദ്യം UV Dox
ഡോക്സിൻ്റെ ഗോൾഡ് ഉണ്ടല്ലോ, യുവി ഡോക്സിൻ്റെ ഗോൾഡിനാണ് പുള്ളി എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് അത് 1200 രൂപയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ഭയങ്കര ബഡ്ജറ്റ് ഉള്ളതൊന്നും എനിക്ക് വേണ്ട, കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറഞ്ഞത് മതി. അങ്ങനെയാണ് സോളോ ലൈറ്റിൻ്റെ നാനോ ജെൽ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. 680 രൂപയാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. മറ്റേതിന് 1200 രൂപയോളാവും. ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും വൈറ്റ് കാസ്റ്റ് വേണ്ട, ഇട്ടെന്ന് അറിയരുത്, നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തെന്ന് അറിയരുത്. അങ്ങനെ ആ ഡോക്ടർ 2 എണ്ണം പറഞ്ഞത് പറഞ്ഞു യുവി ഡോക്സിൻ്റെതും അതേപോലത്തെയാണ്. അപ്പോൾ അത്രയും ബഡ്ജറ്റ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് സോളോ ലൈറ്റിൻ്റെ നാനോ ജെൽ. അതിപ്പോൾ ഒരു വർഷത്തിന് മേളിലാവുമ്പോൾ എനിക്ക് എഴുതിയിട്ട് അന്ന് മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരേ ഒരു സൺസ്ക്രീൻ അതാണ്. പിന്നെ നമ്മുടെ ഡെംഡോക്കിൻ്റെ നയാസിനമൈഡ് 10% നയാസിനമൈഡിൻ്റെ സിറം, അതും എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. അതും നല്ലതാണ്, നമുക്ക് ഡെയിലി ട്വൈസ് അത് ഉപയോഗിക്കണം, രാവിലെ വൈകിട്ടുമായിട്ട്. അതും പിന്നെ നമ്മുടെ പോൺസിൻ്റെ ഹൈലറോണിക് ആസിഡും അങ്ങനെയൊക്കെ വരുന്നിട്ടൊരു ഓർക്കുന്നിട്ട് vitamin C+E വരുന്ന ഒരു നല്ല ജെല്ലിൻ്റെത്. ഇത് മൂന്നുമാണ് എൻ്റെ മേക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു പൗഡർ പോലും യൂസ് ആക്കാത്ത ഒരാളാണ്. കണ്ണെന്ന് എഴുതി നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കണ്ണെഴുതി പുറത്തൊന്നും പോകുമ്പോൾ ഞാൻ കണ്ണുപോലും എഴുതത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല, അതാണ് കാര്യം. മേക്കപ്പ് ചെയ്യാൻ എനിക്കറിയത്തില്ല. പിന്നെ ഈ ഇതിലൊക്കെ കാണുമ്പോൾ ഞാൻ ഈ ഫൗണ്ടേഷനൊക്കെ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഫേസസ് കാനഡയിൽ ഫൗണ്ടേഷൻ, പക്ഷേ അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഏതോ ഒരു വീഡിയോയിൽ കൊണ്ട് നമ്മുടെ സൺസ്ക്രീനിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇടാന്ന്. അങ്ങനെ 1-2 കല്യാണത്തിന് ഞാൻ നമ്മുടെ സൺസ്ക്രീൻ എടുത്തിട്ട് അതിൽ ഇച്ചിരി ഒരു കുഞ്ഞു ഡ്രോപ്പ് ഈ ഫേസസ് കാനഡയിലെ ഫൗണ്ടേഷനും കൂടെ ഇട്ടിട്ട് പോയപ്പോൾ എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നി. ഇപ്പം അങ്ങനെ ഏതെങ്കിലും ഫംഗ്ഷൻ ആകുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, അതൊരു ബ്ലഷോ അങ്ങനെ ഒന്നും. പിന്നെ മസ്കാര മേടിച്ച് വെച്ചിട്ടുണ്ട് കണ്ണിൻ്റെ പീലി ഒന്ന് സെറ്റ് ചെയ്യാൻ. അല്ലാതെ വേറെ ഉള്ള കുട്ടി അത്രയും അത് ഈ ഫേസസ് കാനഡ തന്നെ എനിക്ക് തോന്നുന്നൊരു 2 മാസം കൊണ്ടാകത്തേ ഉള്ളൂ ഞാൻ മേടിച്ച് വെച്ചിട്ട്. അല്ലാതെ ഞാൻ നോർമലി വെളിയിൽ പോകുന്ന സമയത്ത് ഈ സെറം, നമ്മുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ ഒരു സ്കിൻ കെയർ മാത്രമല്ലാതെ മേക്കപ്പ് ഞാൻ അങ്ങനെ. പിന്നെ പൊട്ട് എപ്പോഴും എൻ്റെ കൂടെ കാണും. പള്ളിയിൽ പോകുമ്പോൾ മാത്രമാണ് പൊട്ട് വയ്ക്കാത്തത്. പിന്നെ പൊട്ട് മാറ്റാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യനാണ്, ഞാൻ ഹിന്ദുവാണ്, ഞങ്ങളുടെ ഇതൊരു ഹിന്ദുസ്ഥാനി കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ ഞാൻ പള്ളിയുടെ ആ ഒരു രീതിക്ക്, പള്ളിയിൽ നമ്മൾ ആരും അങ്ങനെ പൊട്ട് വയ്ക്കാറില്ല. അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ മാത്രമാണ് പൊട്ട് വയ്ക്കാത്തത്. പുറത്ത് പോകുമ്പോൾ അല്ല, മിക്ക ക്രിസ്ത്യൻസും പുറത്ത് പോകുമ്പോഴും പൊട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ട് നമ്മുടെ പള്ളിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ പൊട്ട് വയ്ക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ കുറേ ലെങ്ത് ആയി കാണുമായിരിക്കും വീഡിയോ. ആയിരുന്നു എൻ്റെ ഇത്രയും വലിയ നീട്ടി വലിച്ച വീഡിയോ കാണുമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറിയും കൂടെ നോക്കിയിട്ട് പോവാം. അപ്പോൾ നമ്മുടെ മീൻകറി ഞാൻ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ മീൻകറി ഇതാണ്, മീൻകറിയുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിലെ പുളിക്കഷ്ണങ്ങൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് മാറ്റും. കാരണം ഇത് നമ്മൾ ഈ കുടംപുളി ഇട്ട് വെക്കുന്ന മീൻ എന്ന് പറയുന്നത് നമുക്ക് 3-4 ദിവസം വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇരിക്കും തോറും ഇതിൻ്റെ പുളി ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിനകത്തെ പുളിക്കഷ്ണങ്ങൾ ഇപ്പോൾ എടുത്തങ്ങ് മാറ്റും. അപ്പം ആ ഒരു അത്ര പുളി തന്നെ ഇത് നിൽക്കും. എന്നിരുന്നാലും കുറച്ചും കൂടി പുളി പിടിക്കും. തണുത്ത് കഴിയുമ്പോഴേ പുളി എടുക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും ഈ പിഴിപുളിക്ക് അത്രയും ഒരു ഇൻറ്റൻസിറ്റി ഇല്ലല്ലോ പുളിക്ക്. അപ്പോൾ ഇവിടെങ്ങളിലുള്ളവർക്ക് ആ ഒരു കുടംപുളി തന്നെ തിന്ന് ശീലിച്ചേക്കുന്നുണ്ട്. അവർക്ക് പ്രശ്നമില്ല, അവർക്കത് ഓക്കെയാണ് ആ പുളി. അവർക്ക് അത്യാവശ്യം പുളി വേണം മീനിന്. പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, കറി വെച്ച് തണുത്ത് കഴിയുമ്പോൾ ഈ പുളി കഷ്ണങ്ങളൊന്ന് മാറ്റി കഴിയുമ്പോൾ ആ ഒരു പുളി അത്ര ഒരു പുളിയിൽ നിൽക്കും. നമുക്ക് ഓവറായിട്ട് പുളി ഫീൽ ചെയ്യത്തില്ല. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് കറി ഇട്ടാണ് ഞാൻ എടുത്തിരുന്നത്. കാരണം ഞാൻ കുഞ്ഞ് തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 3-4 ദിവസത്തേക്ക് വരും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ ബൈ, സീ യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിച്ചേക്കാം. ഓക്കെ ബൈ ബൈ.